ഗായ്സ്, അപ്പോൾ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ മകം തൊഴുവലാണ്. മകം തൊഴുവന്നിരിക്കുക. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്, കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇത് ഫൺ വീഡിയോ ആണ്. അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് എടുത്തൊരു വ്ളോഗാണ്. നിങ്ങൾ തെറ്റായിട്ടൊന്നും കാണരുത്. നമ്മളിപ്പോൾ റോട്ടിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കണേ. അതിൻ്റെ മെയിൻ ഉദ്ദേശം കുറേ ചേട്ടന്മാർ വരും, അത് മാത്രമേ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. അപ്പോൾ 2 മണി വരെ എങ്ങനെ തികയ്ക്കണ്ടേന്ന് അറിയില്ല. നമ്മൾ കുറേ നേരം വായിരുന്നിട്ടല്ലേ ഇരുന്നത്. ഫുള്ള് ചുറ്റിരിക്കുന്നുണ്ടില്ലേ, കൈയെല്ലാം മുറിച്ചിട്ടാണ് വന്നിട്ടുണ്ട്. ഇത്ര തിരക്കാണ്. നമ്മളിതാ ഇവിടെ ഇരിക്കുന്നേ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ ക്യൂ നീങ്ങി തുടങ്ങുള്ളൂ. അത്ര തിരക്കാ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 4:45 ആയപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 5:51 ആയപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതെനിക്ക് പിന്നെ നമ്മൾ അകത്ത് പോയി തൊഴുതിട്ട് ചായ എല്ലാം കുടിച്ച് ഒരു 7 മണിയൊക്കെ ആയത്തേക്ക് തിരിച്ച് ക്യൂവിലേക്ക് വന്നു. ചായ നെയ്റോസ്റ്റാണ് കഴിച്ചത് എല്ലാവരും. ചിറ്റെന്താ കഴിച്ചത്? ചിന്ന മസാല ദോശ, ഞാൻ നെയ്റോസ്റ്റ്, ചിറ്റ പൂരി. ഞങ്ങളവിടെ തൂൺ ചാരി ഇരിക്കുക, ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലാതെ. എന്താ പറയാ, നമുക്ക് പറയാമല്ലോ. നമുക്ക് ചിറ്റയുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിറ്റ പറയും അതിനകത്ത് അവിടെ നീ ചിറ്റെ ഇഷ്ടമായിരുന്നല്ലോ വന്നേ. അപ്പൊ ചിറ്റ ഇവിടെ എല്ലാ കൊല്ലം വരലുണ്ടോ? അതിന് മുന്നേ വന്നാ മകം തൊഴാനായിട്ട് 2ാമത്തെ പ്രാവശ്യം. മുന്നേ മകം തൊഴാൻ കഴിഞ്ഞ വർഷം. എന്നിട്ട് ചിറ്റൻ്റെ കഥയുണ്ട്. മകം തൊഴാൻ വന്നിട്ടുണ്ടല്ലോ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുഴിമന്തിയാണ്. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ മന്തിക്കട പോയി മന്തി വെച്ചിട്ട് കപ്പ ബിരിയാണിയാ. അങ്ങനെ കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി മകൻ തൊഴുവാൻ വന്നിട്ട് മകൻ തൊഴുതിറങ്ങി നേരെ പോയി കപ്പ ബിരിയാണി കഴിച്ചു. കഴിച്ചു. അതാണ് ചിറ്റ. ചിറ്റൻ്റെ വീട് എവിടെയാ? വീട് എവിടെ? അങ്കമാലി. എവിടെ? ഇതൊരു ചേട്ടൻ ഇതുപോലത്തെ മിനിയേച്ചറായിട്ടുള്ള രൂപങ്ങളെല്ലാം ഇട്ടുകൊണ്ട് വന്നാൽ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ എല്ലാം നോക്കിയിട്ട് ആ ചേട്ടൻക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഒന്നും എടുക്കാൻ എന്തെങ്കിലും നമ്മൾ ബോറടിച്ചിരുന്ന സമയത്താണ് നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം അത് വായിക്കാൻ പോവാം. പിന്നെ അത് കുറച്ച് നേരം വായിക്കാം ഗൈസ്. ശരി, എന്നാൽ ബൈ ബൈ ഗൈസ്. അപ്പോൾ സംഭവം ഇവിടെ നല്ല രസമൊക്കെയാണ്. ഇവർ നമുക്ക് ഇടയ്ക്ക് ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെള്ളമായാലും ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ പഴം, ലളിതാ സഹസ്രനാമം, ഇതെല്ലാം നമുക്കിവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും അവർ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് വിശന്നിരിക്കേണ്ട കാര്യമില്ല. വിശപ്പ് എന്നുള്ള സംഭവം വരുന്നില്ല. പക്ഷേ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴമൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ അമ്മ നമുക്ക് പൂജിച്ച ചരടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
അമ്മ നമുക്കപ്പോൾ പൂജിച്ച ചിരട്ട കൊണ്ടുവന്നു. നമ്മൾ ആദ്യം പോയി തൊഴുതു, ഞാനും ചിറ്റയും ചിന്നും കൂടെ പോയിട്ട് തൊഴുതു ആദ്യം. അതിനുശേഷം ഫുഡെല്ലാം കഴിച്ച് വന്നപ്പോഴാണ് ഇവർ പോയി തൊഴുതിട്ട് ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ചരടൊക്കെ ജപിച്ച് കൊണ്ടുവന്നു. പിന്നെ ഈ ചേട്ടന്മാരെന്തല്ലോ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, ഫുഡാന്ന് തോന്നുന്നു എനിക്ക്. ഞാനിവിടെ ആദ്യത്തെ തവണയാണ് മകൻ തൊഴാൻ വരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. എല്ലാവരും ദൂരെ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇന്നലെ വന്നിവിടെ നിൽക്കുന്നവരുണ്ട്, ഇന്ന് വെളുപ്പിന് വന്നവരുണ്ട്, എല്ലാം ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. പൂ മേടിച്ച് സുന്ദരികളാവുന്നത്. മകൻ തൊഴാൻ വരുന്നേ ഞാനിത് 4ാമത്തെ പ്രാവശ്യമാണ് മകൾ. നാച്ചുറലായിട്ട് മതി, ആർട്ടിഫിഷ്യൽ ആക്കണ്ട. ഇവിടെ എന്താ? എവിടെ? ഇവിടെ ഇത് പാർവതി അല്ല, ഇത് ഓക്കെ പറഞ്ഞോ. പിന്നെ അടുത്ത ചോദ്യം എന്നെ തന്നെയാണോ നീ എടുത്തത്? ദൈവത്തിനറിയാം. 10 വർഷമോ? 4 വർഷം മകൻ തൊഴുതു. ഇത് 4ാമത്തെ വർഷമാണല്ലോ. അപ്പൊ എത്രാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? 2022. ഗുഡ് ഗേൾ. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നറിയോ? 4 വർഷം അതറിയില്ല, ചോദിച്ചതാ. അമ്മായി 4 വർഷമായി മകൻ തൊഴാൻ വരുന്നത്. പക്ഷെ അബ്ബായിക്ക് ഞാൻ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ആൾക്കറിയില്ല. നമ്മളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി നമുക്ക് ജീരകം മുട്ടായല്ലോ നോക്കട്ടെ. റെഡി ആയിട്ടാ തുറന്നോക്ക്. ഇത്രയും നേരം എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും പിന്നെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ ഒരു മനസ്സാക്ഷിയില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. നേരത്തെ ഒരു 12 മണിക്ക് മുന്നേ ആയിട്ട് അവിടെ വടം പോലീസുകാർ അയച്ചു. ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് പോയിട്ട് ഫുള്ള് തിക്കും തിരക്കും മുന്തലും തള്ളലും. ഒരാളുടെ വീട് കിടക്കുക, എന്നാൽ അയാൾ എണീപ്പിക്കുക നിർത്തുക, അതൊന്നും ഇവർ നോക്കിയിട്ടില്ല. അവരെല്ലാം ഇങ്ങനെ ഉന്തി മറിച്ച് ഇങ്ങനെ അങ്ങ് പോയി. ആരും നോക്കാൻ നിന്നില്ല, എല്ലാവരും മുന്നിട്ട് പോയി. ഇത് നമ്മൾ 2ാമത്തെ വട്ടം ഒന്നും കൂടെ തൊഴാൻ വരും. അടുത്ത് നിന്നപ്പോൾ ഇവിടെ മേളവും കാര്യങ്ങളും എല്ലാം ഇത് നമ്മളിപ്പോൾ എല്ലാം ഉണ്ടായി. പിന്നെ നമ്മളവിടെ കുറേ നേരം നിന്നു. നമ്മളപ്പോൾ ക്യൂ കഴിഞ്ഞു. ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക്, ഉന്തും തള്ളും അടിയും ഇടിയും എല്ലാം ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫോൺ എടുക്കാനോ വ്ളോഗ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ എന്നുള്ള അവസ്ഥയായിരുന്നില്ല. ആൾക്കാർ ചവിട്ടി കൂട്ടായിരുന്നു ഓരോ ആൾക്കാരെ. അതിൻ്റെ പിന്നെ നമ്മൾ ഭയങ്കര തിരക്കും ടിക്കറ്റിൻ്റെ ഇടയിലൊക്കെ പെട്ട് അങ്ങനെ വന്നിപ്പോൾ സമയം 4:06 നമ്മൾ ഈ ഒരു നടപ്പന്തലിൻ്റെ അകത്ത് എത്തിയിട്ടുള്ളൂ. അത്രക്കാരം ജനങ്ങൾ, അത്രക്കാരം തിരക്കാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് വേഗം ലൈൻ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ ആയിരുന്നില്ല ഗൈസ്. ഭയങ്കര ചൂടും വിശപ്പും ആണെങ്കിൽ അതിലപ്പുറം. ഇത്രയും ജനങ്ങൾ ദൂരെ നിന്നെല്ലാം വന്ന് വിശപ്പെല്ലാം സഹിച്ച് ഒരുപാട് പ്രതീക്ഷയോടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളും കാത്തിരിക്കുകയാണ്. കാരണം എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്കൊന്നും അറിഞ്ഞുവിടാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ നോക്കുമ്പോൾ ഒരു അമ്മൂമ്മ തലറങ്ങി വീണ് നിലത്ത് കിടക്കണ്ട, അതിനെ ചവിട്ടിക്കൂട്ട ആൾക്കാർ പോവാം. അത്ര മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ് ഗൈസ് ഇവിടെ തൊഴുക വന്നിരിക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് കുറച്ച് സെലിബ്രിറ്റീസിനെ കണ്ടു. ഞാനൊരു സെലിബ്രിറ്റി ഗൈസ്. നമ്മൾ
ഒരുപാട് പേര് വയ്യാണ്ടാവുന്നുണ്ട്. ഫുഡൊന്നും കഴിക്കാതെ രാവിലെ വെളുപ്പിന് 2 മണിക്കെല്ലാം വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്നലെ വന്ന ആൾക്കാർ, ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ഇന്നലെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് ദൂരം നിന്ന് വന്നവർ, അറ്റത്തുനിന്ന് വന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ അടുത്തല്ലേ, അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. ഇവരൊക്കെ വെളുപ്പിനെ 1 മണി 2 മണിക്കെല്ലാം വന്ന് ഇവിടെ ഇരുന്ന് ക്യൂവിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുഡൊന്നും നമുക്ക് രാവിലത്തെ പിന്നെ എങ്ങനെയും കഴിക്കാം, ഉച്ചക്കത്തെ കഴിക്കാൻ പറ്റില്ലല്ലോ, ക്യൂ നിൽക്കല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് പേര് തലറിയെല്ലാം ഒരുപാട്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് മകം തൊഴാൻ വന്നിട്ട്. ഇവരൊക്കെ 3, 4, 5 എത്ര വർഷമായി? 10 വർഷമായി. ഇവരൊക്കെ ഇനി മുന്നേ വന്നിട്ടുള്ളതാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഓൾറെഡി ഭയങ്കര ക്ഷീണിച്ചു. എനിക്കിനി കുറച്ച് റെസ്റ്റ് വേണം. വിശക്കുണ്ട്, നല്ല രീതിക്ക് വിശക്കുണ്ട്. രാവിലെ ഒരു നെയ്റോസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ, അതുകൊണ്ട് നല്ല വിശക്കുണ്ട്. പഴമൊക്കെ കൊണ്ടുവന്ന് കുറേ ഭക്ഷണമൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇവരൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായി. മറ്റേ ഞാൻ പിന്നെ ഇരുന്ന് ഫുള്ള് ലളിതാ സഹസ്രനാമം ബുക്കെല്ലാം ഫുള്ള് ചൊല്ലി കാര്യം തെറ്റാണെങ്കിലും ഇല്ല. ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചാണ് ഗൈസ്, കണ്ടില്ലേ? ഒരു ചരടും ജപിച്ച് അമ്മ കെട്ടിത്തന്നു. നമ്മൾ ഓൾറെഡി 2 വട്ടം അകത്ത് കയറി തൊഴുത് എല്ലാം സെറ്റായിട്ട് കണ്ടതാണ്. പക്ഷേ ഇനി മകം തൊഴുവാനുള്ളൂ, അതുകൊണ്ടൊരാശ്വാസം. അയ്യോ പറ്റുന്നില്ല, ഭയങ്കര വിശപ്പല്ലേ. ഞങ്ങൾക്കില്ല, ഇവർക്ക് ആർക്കും വിശക്കണ്ടില്ല. കാരണം എങ്ങനെ ഒരു തുടല പഴം അകത്ത് കയറ്റി, 3-4 കുപ്പി വെള്ളം കയറ്റി, അത് ജ്യൂസായിട്ടും സോഡപ്പായിട്ടെല്ലാം കയറ്റി, അതിൻ്റെ പുറകെ ആരോ റൂട്ടെല്ലാം കഴിച്ചു. ഞാനാണെങ്കിൽ രാവിലെ ഒരു നെയ്റോസിലാണ് നിൽക്കുന്നത്. അവിടെ എനിക്ക് ഇഷ്ടം തന്നെ. ഇതൊക്കെ ഇപ്പോൾ കുറച്ച് ഒരു 5, 5:30, 6 മണിയോടെ അടുക്കുമ്പോഴേക്കും തൊഴുത് ഇറങ്ങുമെന്ന് വിചാരിക്കണം. ഇവിടെയാണെങ്കിൽ ഭയങ്കര വെയിലത്തും കൊണ്ടെന്നാണ് നിർത്തിയേക്കുന്നത്. അത് അതിലും വലുത്. ആൾക്കാരൊക്കെ ഫുള്ള് ഇടയ്ക്കിട്ട് കയറായിരുന്നു. സാമാന്യം മര്യാദയില്ലാത്ത ആൾക്കാർ 2 മണി 1 മണിക്ക് വന്ന് ക്യൂ നിന്നിട്ട്, വെളുപ്പിന് 2 മണിക്ക് 1 മണിക്ക് വന്ന് ക്യൂ നിന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നവർ ഇടയ്ക്കിട്ട് കയറി. അങ്ങനെ ആ സാമാന്യം മനസ്സിലായി. എൻ്റെ കൂടെയുള്ള ആളായിരുന്നു. കോമൺ സെൻസ് ഇല്ലാതെയാണ് ആൾക്കാർ പെരുമാറുക. അതും ഇവിടെ ലോക്കൽ എന്നുള്ള ആൾക്കാരാണ് ആ സമയത്ത് വന്ന് കയറിയെന്ന് ഓർക്കണം കേട്ടോ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും തൊഴുക. എന്നിട്ടാണ് അവർ ഈ ഒരു പരിപാടി കാണിച്ചത്. ഇത്രയും ദൂരം നിന്ന് വന്നവരോടത്തുനിന്ന് ഞാൻ ഇന്നൊരു ചേച്ചിനെ പരിചയപ്പെട്ടു. ആ ചേച്ചിയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഇന്നലെ വണ്ടി കയറി എറണാകുളത്ത് ഇന്ന് വെളുപ്പിന് 2 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ട് എറണാകുളത്ത് സ്റ്റേ ചെയ്തു. അവിടെ ആ ബസ് സ്റ്റോപ്പിൽ ആ ചേച്ചി ഇരുന്നു. ഓറഞ്ച് അതുകൊണ്ട് പിന്നെ രാവിലെയാണ് അവിടെ നിന്ന് ബസ് ഉണ്ടായത്. പിന്നെ ആ ചേച്ചി വരെ ചെയ്ത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ ഉണ്ടാകുന്നിട്ടാണ് അവർ ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നത്. അപ്പം നിങ്ങളെങ്ങനെ അങ്ങനെ ചെയ്ത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും ദൂരത്തു നിന്ന് വരുന്നതല്ലേ. അപ്പം അവർക്ക് കുറച്ച് നമ്മളൊരിത് കൊടുക്കണ്ടേ. ശരിയായിട്ട് ഞാൻ ഇത്രയും വൈകിട്ടില്ല. ഒരു എന്താ പറയുക, നമ്മളൊന്ന് വിട്ടുവീഴ്ച മനസ്സാക്ഷി കാണിക്കണം അവരോടല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ മാക്സിമം പെണ്ണുങ്ങൾ കച്ചറ ഉണ്ടാക്കാൻ തന്നെ ഇറങ്ങിയേക്കുന്ന ടീംസാണ്. കച്ചറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാതിരി ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്ന അതൊക്കെ ഒഴിവാക്കാൻ. നമ്മൾ അമ്പലത്തിൽ തൊഴുവാൻ വരുമ്പോൾ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കൊണ്ട് തൊഴുതിട്ട് ഒരു കാര്യമില്ല. കൈ മുഴുവൻ രാവിലെ വൻ പോരാട്ടമായിരുന്നു. ചിറ്റൊന്നും കാണാനില്ല. ചിറ്റൊക്കെ ഫുള്ള് ആൾക്കാരെ ചീത്ത പറയാൻ അതിനൊക്കെ നടക്കായിരുന്നു. ഫയർ അതന്നെ. ഇവിടെ പോലീസുകാരെയൊക്കെ കടത്തി വെട്ടി. പോലീസുകാരെന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത ചിറ്റ ഒന്ന് ഒച്ചെടുത്തപ്പോൾ എല്ലാവരും അനുസരിച്ചു. അതാണ് ചിറ്റേൻ്റെ ഒരു പവർ അല്ലേ. എന്നെ കണ്ട് നല്ല വാക്ക് പറയുമോ? ഇത് അമ്മായി. നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഓറഞ്ച് കിട്ടുമായിരിക്കും അല്ലേ. അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കണം അല്ലേ. കുറച്ച് വെള്ളവും കുറച്ച് കഴിക്കാനുള്ള സംഭവം ലൈക്ക് വാട്ടർ മെലൺ പോലെ കിട്ടുകഴിഞ്ഞാൽ അത്ര ഹാപ്പി. എനിക്ക് വിശന്നിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ അവർ ഓറഞ്ച് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ
എനിക്ക് അത്ര വിശക്കുന്നുണ്ട്. വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. പോലീസുകാർക്കില്ല ഇവിടെ പുല്ല് വില. അവർ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അങ്ങോട്ട് നീക്ക് ഇങ്ങോട്ട് നീക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല. എല്ലാവരും അവർക്ക് തോന്നിയ പോലെ. എന്നാൽ പിന്നെ ഇവിടെ വോളണ്ടിയേഴ്സിന് നിർത്തേണ്ട ആവശ്യമില്ല. വലിയവരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയവരും ഉണ്ടായിരുന്നു വോളണ്ടിയേഴ്സായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേൾക്കണമല്ലോ, അറ്റ്ലീസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അതുപോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത്രയും ആൾക്കാർ അങ്ങോട്ട് വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അവരെ കൂടെ ചീത്ത വിളിക്കുന്നു. അത് കുറച്ച് ബാഡ് മാനേഴ്സാണ് ഗൈസ്. എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ ഫീലായി. ഞാൻ ഒന്നും അനങ്ങാനും നിന്നിട്ടില്ല. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുള്ള് നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഫ്രഷ് ഫ്ലവേഴ്സിന് ഫുള്ള് ഫ്രഷ് ഫ്ലവേഴ്സ്. ഒരുപാട് രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അകത്ത് പോയി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ കുറേ പ്രശ്നമുണ്ടായി. കാരണം എന്തോ അപ്പുറം കണ്ടോ ആൾക്കാർ, കുറേ ആൾക്കാർ ആ സൈഡിൽ കൂടെ കയറ്റിയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി അവരെ അപ്പുറം കൊണ്ട് തൊഴിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു. പോലീസുകാരോടൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ പറയുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഇവർ ദേവസ്വം ബോർഡുകാർ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് ഇവിടെ നമ്മൾ സംസാരിക്കുന്നൊരു മാമാണ്. അപ്പോൾ ആ മാം നോമ്പെല്ലാം എടുത്തിട്ടാണ് ഡ്യൂട്ടിക്ക് വന്ന് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ വിശപ്പൊന്നും ഒന്നുമല്ല. പിന്നെ നമ്മൾ ഉർവശി മാമിനെല്ലാം കണ്ടു. അപ്പോൾ ഗൈസ് നമ്മൾ കയറാൻ പോവാം. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടീംസ് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന സാറിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കയറ്റി വിട്ടു. അതാണ് ആ ചേച്ചി അവിടെ റിയാക്ട് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ അകത്തെത്തി. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ടെന്ന്. അതാണത്. നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലല്ലോ. നമ്മൾ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അമ്പലത്തിൽ ഇറങ്ങി നമ്മൾ ഫലൂഡ കഴിച്ചു. പിന്നെ ഒരു ചായയും പഴംപൊരിയും. ഞാൻ കഴിച്ചത് എന്താ പഴംപൊരിയും ഫലൂഡയെല്ലാം കഴിച്ചു. അതിന് പിന്നെ വേഗം പോകുന്നു. ബസ് ഒരെണ്ണം വന്ന് കിടക്കണോണ്ട് നമ്മൾ വേഗം പോകുന്നു. എങ്ങോട്ട് നിൽക്കാൻ നിന്നില്ല. വേഗം പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഹിൽ പാലസിൻ്റെ അവിടെ ഇറങ്ങി. ഹിൽ പാലസിൻ്റെ അവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത് നമുക്ക് ആലുവ ബസ് വരണം, എന്നാലേ പുക്കാട്ടൊടിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കടയിൽ കയറി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പറയാനുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് തൊഴുതു. നമുക്ക് 3 വട്ടം തൊഴുവാൻ പറ്റി. ആദ്യത്തെ 2 വട്ടം നമ്മൾ മകം തൊഴുന്നതിന് മുന്നേ രാവിലെ തൊഴുതു. അതിനുശേഷം മകം തൊഴുതു. അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനെല്ലാമായിട്ട്. നന്നായിട്ട് ദർശനം കിട്ടി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ക്യൂ നിൽക്കുന്നിടത്ത് മാത്രമാണ്. നല്ല ബഹളവും ഇതും തള്ളും. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായനെ. ഒരു 4:30 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തൊഴുത് ഇറങ്ങി നമ്മൾ. അതിന് പിന്നെ കീഴ്ക്കാവിലൊന്നും നമുക്ക് ആ സമയത്ത് തൊഴുവാൻ പറ്റില്ല. നമ്മൾ അതുകൊണ്ട് രാവിലെ തൊഴുതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. അത്രയും തിരക്കായിരുന്നു. നമുക്ക് അങ്ങോട്ടൊന്നും പോകാനേ ആവുന്നുണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ തൊഴുതിട്ട് പുറത്തേക്കൂടെ ഇങ്ങോട്ടേക്ക് പോന്നു. നമ്മൾ വീട്ടിലേക്ക് പോയി ഗൈസ്. ഓക്കെ ബൈ.